ഹലോ, ടേൺ ടു ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. 10ാം ക്ലാസ്സിൽ മാറി വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ബയോളജിയിലെ ചാപ്റ്റർ 1 അഥവാ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്ന പാഠം ഈ ഒരൊറ്റ വീഡിയോയിൽ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കട്ടക്ക് കൂടെ നിന്ന് ഈ പാഠം ഈ ഒറ്റ സ്ട്രെച്ചിൽ ഒന്ന് പഠിച്ചെടുക്കാം. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പാഠം തുടങ്ങുന്നത് തന്നെ 2 പേഴ്സണാലിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. ആരൊക്കെയാണ് ഇവര്? ഫസ്റ്റ് വൺ, ഇമ്മാനുവൽ കാർപെന്റിയർ ആൻഡ് ജെന്നിഫർ എ ഡൂണ. എന്തിനാണ് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ഈ പാഠത്തിന്റെ ആദ്യത്തിൽ തന്നെ ഇവരെ കുറിച്ച് പരാമർശിക്കാൻ കാരണം? ജീൻ എഡിറ്റിംഗ്. അതായത് 2020 നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ് ഈ പറഞ്ഞ 2 പേരും. എന്ന് പറഞ്ഞാൽ 2020 നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണ് ഈ 2 പേരും. എന്തിനാണ്? ജീൻ എഡിറ്റിംഗിലെ ഇവരുടെ കോൺട്രിബ്യൂഷൻസ്, ഇവരെ ചെയ്ത മഹത്തായ സംഭാവനകൾ കാരണമാണ് ഇവർക്ക് നോബൽ പ്രൈസ് 2020 നേടാൻ സാധിച്ചത്. ആൻഡ് അതിനുവേണ്ടി ഇവർ യൂസ് ചെയ്ത ടെക്നോളജിയാണ് CRISPR-Cas9. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഈ 2 ആളുകളുടെ പേര്, 2020 നോബൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള ഇമ്മാനുവൽ കാർപെന്റിയർ ആൻഡ് ജെന്നിഫർ എ ഡൂണ. സെക്കൻഡ് വൺ, ഇവർ അതിനു വേണ്ടി യൂസ് ചെയ്ത ടെക്നോളജി, ദാറ്റ് ഇസ് CRISPR-Cas9. ആൻഡ് എന്തിനാണ് ഈ ജീൻ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ലോകത്തിൽ ധാരാളം ജനിതക രോഗങ്ങളുണ്ട്, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ. ഈ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ മ്യൂട്ടേഷൻ കാരണമാണ് വരുന്നതെങ്കിൽ അത് ഈ ജീനിൽ വരുന്ന അബ്നോർമാലിറ്റീസ് കാരണമായിരിക്കും. സോ ഈ ഡിസോർഡേഴ്സിനൊക്കെ ട്രീറ്റ്മെന്റിൽ വളരെ ഉപകാരപ്പെട്ടേക്കാവുന്ന കണ്ടുപിടുത്തങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമുക്ക് ഈ ജീനിനെ കാണാൻ പോലും പറ്റില്ല. ഈവൻ മൈക്രോസ്കോപ്പിക്കൽ ലെവലിൽ പോലും കാണാൻ പറ്റാത്തൊരു സ്ട്രക്ചറാണ് ജീൻ എന്ന് പറയുന്നത്. ഈ കാണാൻ പറ്റാത്ത ജീനിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പറ്റുക? സോ ഈ ജീനിനെ എഡിറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ജീനിന്റെ ലൊക്കേഷൻ, ഇത് എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണും പൂട്ടിയിട്ട് നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ജീനിന്റെ സ്ട്രക്ചർ, ജീൻ അടങ്ങിയിരിക്കുന്ന DNA സ്ട്രക്ചർ, ഡി എൻ എ വഹിക്കുന്ന ക്രോമസോമിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ജീൻ എഡിറ്റിംഗ് പോസിബിൾ ആവുള്ളൂ. സോ നമ്മുടെ ഈ ചാപ്റ്റർ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഇവയുടെയൊക്കെ സ്ട്രക്ചർ പഠിക്കാം. അതിനു മുന്നേ ഇതിന്റെ ലൊക്കേഷൻ, എവിടെയാണ് ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. സോ ജീൻസ് നമുക്ക് ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കുള്ളിലാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ഉണ്ടായിരിക്കുന്നത് ട്രില്യൺസ് ഓഫ് സെൽസ്, കോടാനുകോടി സെല്ലുകൾ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കോശം അഥവാ സെല്ലുകൾ വെച്ചിട്ടാണ് നമ്മുടെ ബോഡി ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിൽ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ക്രൊമാറ്റിൻ റെറ്റിക്കുലം? ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിന്റെ ഉള്ളിലാണ് ആക്ച്വലി എന്തുള്ളത് മക്കളെ? എന്താണ്? ക്രോമസോം ഉള്ളത്. ക്രോമസോം. ഈ ക്രോമസോമിന്റെ ഉള്ളിൽ നമ്മുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഉണ്ട്. എന്താണ് DNA? DNA എന്ന് പറഞ്ഞാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതാണ് എന്ത്? അതാണ് നമ്മുടെ DNA. സോ ഇത് DNA ആണ്. ഈ DNA ഉള്ളിലാണ് ആക്ച്വലി നമ്മുടെ ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ജീൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ. സെല്ലിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, ക്രൊമാറ്റിൻ റെറ്റിക്കുലത്തിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? ക്രോമസോം ഉള്ളത്. ആ ക്രോമസോമിന്റെ ഉള്ളിൽ നമ്മുടെ DNA ഉണ്ട്. DNA ഉള്ളിലാണ് ആക്ച്വലി ജീൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആദ്യം ഇതിന്റെ ലൊക്കേഷൻ പറയണം. ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ടത് ഇതിന്റെ സ്ട്രക്ചറാണ്. ജീൻ അടങ്ങിയിരിക്കുന്ന DNA സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് പറയാം. സോ ഈ DNA ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് DNA പറ്റിയിട്ട്, അല്ലെങ്കിൽ DNA നമുക്ക് വേൾഡിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് 2 പേഴ്സൺസ് ആണ്. ആരൊക്കെയാണ് ഇവര്? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. വാട്സൺ ആൻഡ് ക്രിക്ക് എന്നുള്ള ഒരു സിംപിളി നമുക്ക് ഇവരെ ഓർത്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ വട്ടൻ ആൻഡ് കിർക്കൻ എന്നുള്ളൊരു സിംപിളി നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാൻ പറ്റും. വാട്സൺ ആൻഡ് ക്രിക്ക്. സോ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് DNA
ഡബിൾ ഹെലിക്സ് മോഡൽ അഥവാ ചുറ്റുകോവണി മാതൃക ആദ്യമായിട്ട് നമുക്ക് തന്നത് എങ്ങനെയാണ്? ഈ ഡബിൾ ഹെലിക്സ് മോഡൽ എങ്ങനെയാണ് ഒരു ചുറ്റുകോവണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരക്കുന്നുണ്ട്. സോ ഏകദേശം ഈ ഒരു സ്ട്രക്ചറിലാണ് അവർ DNA റെപ്രസെന്റ് ചെയ്തത്. അതായത് ഡബിൾ ഹെലിക്സ് ഒരു ചുറ്റുകോവണി പോലെ ഇങ്ങനെയാണ് അവര് DNA സ്ട്രക്ചർ ഉള്ളത് എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഇവരെ സഹായിച്ച ഈ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ ഇവരെ സഹായിച്ച വേറെ 2 ആൾക്കാർ കൂടിയുണ്ട്. വേറെ 2 ആൾക്കാരാണ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഇവരുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഓഫ് DNA. ഇവര് DNA എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തിയപ്പോ ഒരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോ അവർ കിട്ടി, ഒരു ഇമേജ് കിട്ടി. ആ ഇമേജിന് വിളിക്കുന്ന പേരാണ് ദ ഫേമസ് ഫോട്ടോ 51. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഫോട്ടോ 51. ഇത് ആക്ച്വലി DNA എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടിയ ഇമേജ് ആണ്. ഈ ഒരു ഇമേജ് ആണ് അവർക്ക് DNA ഡബിൾ ഹെലിക്സ് മോഡൽ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഇവരെ സഹായിച്ച സ്റ്റഡീസ്. സോ 1953 ഇവർ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ഈ മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്തത്. ആൻഡ് ഇവരെ സഹായിച്ച റോസലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മോറിസ് വിൽക്കിൻസ് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിലൂടെ ഫോട്ടോ 51 എന്നുള്ള ഇമേജ് കണ്ടുപിടിച്ചു. പക്ഷെ ഡെയിലി 1962 ഇവർക്ക് എല്ലാവർക്കും ഈ DNA മോഡൽ DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന്റെ പേരിൽ ഇവർക്കൊക്കെ നോബൽ പ്രൈസ് കിട്ടി. പക്ഷെ ഇതിൽ ഒരാൾക്ക് മാത്രം കിട്ടില്ല. കാരണം റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ന ഈ സയന്റിസ്റ്റ്, എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയ സയന്റിസ്റ്റിൽ ഒരാൾ ആ സമയം ആകുമ്പോഴേക്കും മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 1962 DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചതിന് നോബൽ പ്രൈസ് കിട്ടിയ 3 ആൾക്കാരാണ് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഇവർക്ക് 3 പേർക്കും DNA സ്ട്രക്ചർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ DNA ഘടന കണ്ടുപിടിച്ചതിന് 1962 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA അല്ലെങ്കിൽ ചുറ്റുകോണി മാതൃക ഓഫ് DNA നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കാം. ഇതാണ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA. ആൻഡ് യു ക്യാൻ സീ ദർ ആർ 2 strands ഹിയർ, അല്ലെങ്കിൽ 2 ഇഴകളുണ്ട്. ഇതാണ് സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഇഴകൾ എന്ന് പറയും. സോ DNA ഈസ് ഡബിൾ സ്ട്രാൻഡഡ്. DNAക്ക് 2 strands ഉണ്ട്. അതിൻ്റെ ഇടയിൽ പടികളായിട്ട് അല്ലെങ്കിൽ റങ്സ് എന്ന് വിളിക്കാം. ഇതിൻ്റെ പടികളെ നമുക്ക് റങ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പടികൾ എന്ന് വിളിക്കാം. പടികൾ. ആൻഡ് ഈ സ്ട്രാൻഡ്സിന് നമ്മൾ മലയാളത്തിൽ ഇഴകൾ എന്ന് പറയും. ഇങ്ങനെയാണ് ഈ ചുറ്റുകോവണി സ്ട്രക്ചർ വരുന്നത്, അല്ലെങ്കിൽ ഡബിൾ ഹെലി സ്ട്രക്ചർ വരുന്നത്. ഈ സ്ട്രാൻഡ്സിൽ എന്തൊക്കെ മോളിക്യൂൾസ് ആണ് ഉള്ളത് നോക്കാം. ഈ DNA ഈ ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനാണ് ഇവിടെ ഈ നെക്സ്റ്റ് ഫിഗറിലുള്ളത്. സോ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സ്ട്രാൻഡ്സ് ആയിട്ട് വരുന്നത് അല്ലേ. സോ ഈ സ്ട്രാൻഡ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഈസ് എ സ്ട്രക്ചർ ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ഡീഓക്സിറൈബോസ് ഷുഗർ. ഇതൊരു ഷുഗർ മോളിക്യൂളാണ്, അല്ലെങ്കിൽ പഞ്ചസാര തന്മാത്രയാണ് കേട്ടോ. ഡീഓക്സിറൈബോസ് ഷുഗർ. ആൻഡ് അതിൻ്റെ അറ്റത്ത് ഒരു ഗ്ലോബ്യൂൾ പോലത്തെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടോ? അതാണ് ഫോസ്ഫേറ്റ് തന്മാത്ര അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് മോളിക്യൂൾ. സോ ആക്ച്വലി ഈ സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ ഇഴകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ 2 സ്ട്രക്ചേഴ്സ് വെച്ചിട്ടാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ഡീഓക്സിറൈബോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്നിട്ടാണ് ഇഴകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇഴകൾ മാത്രമല്ല ഈ ഡബിൾ ഹെലിക്സ് മോഡലിനുള്ളത്. ഇവിടെ എന്തുണ്ട്? നമ്മുടെ പടികളുണ്ട്, അഥവാ റങ്സ് ഉണ്ട്. ഈ റങ്സ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? യു ക്യാൻ സീ സം ലെറ്റേഴ്സ് ഹിയർ. ഈ ലെറ്റേഴ്സൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇവയെ നമുക്ക് വിളിക്കാം നൈട്രജൻ ബേസസ് അല്ലെങ്കിൽ നൈട്രജൻ ബേസുകൾ എന്ന് വിളിക്കാം കേട്ടോ. നൈട്രജൻ ബേസസ്. DNA കേസിൽ 4 നൈട്രജൻ ബേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ അഡിനിൻ. അഡിനിനെ നമുക്ക് A എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അഡിനിൻ. ആൻഡ് രണ്ടാമത്തതാണ് തൈമിൻ. മൂന്നാമത്തെ നൈട്രജൻ ബേസ് ആണ് C അഥവാ സൈറ്റോസിൻ. ആൻഡ് ഫൈനലി നമുക്ക് വി ഹാവ് ഗ്വാനിൻ. അതിനെ നമുക്ക് G എന്ന് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഈ റങ്സ് അഥവാ ഈ ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ റങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നൈട്രജൻ ബേസസ് വെച്ചിട്ടാണ്. DNA കേസിൽ 4 നൈട്രജൻ ബേസുകളാണുള്ളത്: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇനി ഇവരെങ്ങനെയാണ് ഈ പടികൾ ഫോം ചെയ്യുന്നത്? ഇവരുടെ തമ്മിൽ ബോൺസ് ഉണ്ട്,
അഥവാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെയൊക്കെ ബോൺസ് ഉണ്ട്, ഇവർ തമ്മിൽ ബോണ്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ ബോണ്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാവരും തമ്മിൽ ബോണ്ട് ചെയ്യില്ല. അഡിനിൻ ഓൺലി ബൈൻഡ്സ് വിത്ത് തൈമിൻ വിത്ത് എ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. ഈ രണ്ട് ബോണ്ടും ഹൈഡ്രജൻ ബോണ്ടാണ്, ബട്ട് എ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് സൈറ്റോസിൻ ഓൺലി ബോണ്ട് വിത്ത് ഗ്വാനിൻ വിത്ത് എ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് ഇത് വൈസ് വേഴ്സയും സംഭവിക്കുക. തൈമിൻ അഡിനിനുമായിട്ടും ഗ്വാനിന് സൈറ്റോസിനുമായിട്ടും ബോണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഈ DNA പടികൾ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ DNA ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് മോളിക്യൂളും. സോ ഈ DNA ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് DNA എന്ത് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്തൊക്കെയാണ്? ഒന്ന് ഡിയോക്സി റൈബോസ് ഷുഗർ, ഡിയോക്സി റൈബോസ് ഷുഗറും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും പ്ലസ് നമുക്ക് എന്തും കൂടിയുണ്ട്, നൈട്രജൻ ബേസസും ഉണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഡിയോക്സി റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും കൂടി കൂടിയിട്ടാണ് DNA ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവ കൊണ്ടാണ് DNA നിർമ്മിച്ചിട്ടുള്ളത്. ഈ മൂന്ന് സ്ട്രക്ചേഴ്സിനും കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA ഈസ് നോൺ ആസ് ന്യൂക്ലിയോടൈഡ്. എന്താണ് ന്യൂക്ലിയോടൈഡ് അഥവാ മലയാളത്തിൽ ന്യൂക്ലിയോടൈഡുകൾ എന്ന് നമുക്ക് ഇവയെ വിളിക്കാം. ഈ ന്യൂക്ലിയോടൈഡിൽ അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ? ഡിയോക്സി റൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ആൻഡ് നൈട്രജൻ ബേസ് ഉണ്ട്. സോ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ DNA. ഇനി ഈ DNA സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. എന്താണ് സൈസ് ഓഫ് DNA എത്ര വലിപ്പം ഉണ്ടാവും? നമുക്ക് നോക്കാം. DNA ഓരോ ക്രോമസോമിലും നമുക്കറിയാം, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ക്രോമസോം ഉള്ളത്. ഓരോ ക്രോമസോമിലും ഉള്ള DNA വലിപ്പം എന്ന് പറയുന്നത് 2 ഇഞ്ച് അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും ഓരോ ക്രോമസോമിൻ്റെ ഉള്ളിലും. നമുക്കറിയാം നമ്മുടെ ഓരോ സെല്ലിലും 46 ക്രോമസോമുകളുണ്ട്. ഈ 46 ക്രോമസോമുകളുടെ DNA നമ്മളിങ്ങനെ നീട്ടി വലിച്ചു വെച്ച് നോക്കിയാൽ അതൊരു 6 അടി 6 ഫീറ്റ് ഓർ 2 മീറ്റേഴ്സ് നീളം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ എല്ലാ സെല്ലുകളും നോക്കിയാൽ നമുക്കറിയാം നമ്മളെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഈ എല്ലാ സെല്ലുകളുടെയും DNA ഇങ്ങനെ അടുക്കി വെച്ച് നോക്കിയാൽ ഇതിൻ്റെ നീളം ഏകദേശം 67 ബില്യൺ മൈൽസ് നീളം വരും. 67 ബില്യൺ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. 1 ബില്യൺ ഈക്വൽ ടു 100 ക്രോഡ്സ്, 100 കോടിയാണ്. ഇത്രയും വരും ഇതിൻ്റെ നീളം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ DNA മൊത്തം നമ്മൾ നീട്ടി വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എർത്തിനെ 2 മില്യൺ ടൈംസ് റാപ്പ് ചെയ്യാനുള്ള നീളം എന്തിനുണ്ട്? നമ്മുടെ ശരീരത്തിലെ DNA ഉണ്ട്. സോ എങ്ങനെയാണ് ഇത്രയും വലിപ്പമുള്ള DNA നമ്മുടെ ബോഡിയിൽ ഉൾക്കൊണ്ടിട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? ഇത്രയും വലിപ്പമുള്ള DNA എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹൗ ഇറ്റ് ഈസ് പാക്ക്ഡ് വിത്തിൻ അവർ ബോഡി? സോ അത് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം നമ്മുടെ DNA ഉള്ളത് ക്രോമസോമിൻ്റെ ഉള്ളിലാണ്. ക്രോമസോമിൻ്റെ ഉള്ളിൽ ചുറ്റി വരിഞ്ഞ് വെച്ചിരിക്കുകയാണ് നമ്മുടെ DNA. സോ ഈ ക്രോമസോമെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ക്രോമസോമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ നമ്മൾ സ്ട്രക്ചർ ഓഫ് ക്രോമസോം അല്ലെങ്കിൽ ക്രോമസോമിൻ്റെ ഘടന നോക്കുകയാണ്. ഓക്കെ, ക്രോമസോമിൽ ബേസിക്കലി 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്ലസ് പിന്നെ നമ്മൾ പറഞ്ഞ DNA. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രോമസോമിൽ DNA ഉണ്ട്. പ്ലസ് അഡീഷണലി നിങ്ങൾക്ക് പുതിയതായൊരു ടേമാണ് ഹിസ്റ്റോൺ പ്രോട്ടീനുകളുണ്ട്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം. ഇതാണ് ഈ ഗ്ലോബ്യൂൾ പോലത്തെ അല്ലെങ്കിൽ സ്ഫെറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ. ഈ ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഞാനിവിടെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകളെ വരയ്ക്കുകയാണ്. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒരുമിച്ച് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഇവിടെ ഈ സ്ട്രക്ചർ കാണാൻ പറ്റും. ഇതാണ് 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഒരുമിച്ച് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. എന്താണ് ഹിസ്റ്റോൺ ഒക്ടാമർ? അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് ഇതിനെ ഹിസ്റ്റോൺ ഒക്ടാമറുകൾ എന്ന് വിളിക്കാം. ഹിസ്റ്റോൺ ഒക്ടാമറുകൾ. സോ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ ഒരുമിച്ച് വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കിട്ടുക. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, ഇതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ ചുറ്റും ഇതൊരു ഹിസ്റ്റോൺ
പ്രോട്ടീൻ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ചുറ്റും DNA റാപ്പ് ചെയ്യാൻ DNA ഞാൻ വേറെ കളർ വെച്ച് ജസ്റ്റ് ത്രെഡ്സ് ആയിട്ട് ഇങ്ങനെ വരക്കുന്നുണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീന് ചുറ്റും DNA കോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് പ്ലസ് DNA ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. എന്താണ്? ന്യൂക്ലിയോസോം. അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ ചുറ്റും DNA റാപ്പ് ചെയ്തപ്പോൾ ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഓക്കെ, ഇങ്ങനെ ഈ ന്യൂക്ലിയോസോമാണ് ഈ ക്രോമസോമിൻ്റെ ബേസിക്, അതായത് ഹിസ്റ്റോൺ പ്രോട്ടീൻ പ്ലസ് DNA ബേസിക് സ്ട്രക്ചർ വരുന്നത്. ഈ ന്യൂക്ലിയോസോമിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ട് എങ്ങനെയാണ് ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത്? ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ്, അഥവാ അടുക്കി വെച്ചിട്ടും അതേപോലെ തന്നെ ചുരുളുകളാക്കിയിട്ടുമാണ് DNA ഉള്ളിൽ ന്യൂക്ലിയോസോം. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ഈ ന്യൂക്ലിയോസോമുകൾ ഇങ്ങനെ ചുറ്റി വരിഞ്ഞിട്ടാണ് DNA നമ്മുടെ ക്രോമസോമുകൾക്ക് ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് അവസാനം ഇത് ക്രോമസോമുകളാവുന്നുണ്ട്. ഈ ക്രോമസോമുകളാവുന്നതിന് മുന്നേ നമുക്കറിയാം, ഈ ക്രോമസോമിൻ്റെ ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രൊമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ക്രൊമാറ്റിഡുകൾ എന്ന് വിളിക്കാം ഇതിനെ. സോ ഈ ക്രൊമാറ്റിഡുകൾ നടുക്കൊരു സ്ട്രക്ചർ ഉണ്ട്, സെൻട്രോമിയർ എന്ന് വിളിക്കാം. സെൻട്രോമിയർ. ഈ ക്രൊമാറ്റിഡുകൾ സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രോമസോം എന്ന് വിളിക്കാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ക്രോമസോം. ക്രോമസോമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണ് മക്കളെ? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് DNA. ഹിസ്റ്റോൺ പ്രോട്ടീനും അഥവാ ഹിസ്റ്റോൺ ഒക്ടാമറും അതിന് ചുറ്റും DNA റാപ്പ് ചെയ്യും കൂടി ചെയ്താൽ അതിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഈ ന്യൂക്ലിയോസോമിനെ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ചെയ്തിട്ട്, അഥവാ അടുക്കി വെച്ചും ചുരുളുകളാക്കിയിട്ടും പ്ലസ് റീകോയിലിംഗ് എന്ന് വെച്ചാൽ വീണ്ടും ചുരുളുകളാക്കിയിട്ടാണ് ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അഥവാ ക്രൊമാറ്റിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രൊമാറ്റിഡുകൾ സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ്, ഇതാണ് ക്രോമസോം. ഈ ക്രോമസോമിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ ക്രൊമാറ്റിഡുകളുണ്ട്. ഈ ക്രൊമാറ്റിഡ് നടുവിലുള്ള ഈ സ്ട്രക്ചറാണ് സെൻട്രോമിയർ. ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് നമ്മൾ ക്രോമസോം എന്ന് വിളിക്കുക. DNAയുടെയും ക്രോമസോമിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനി നമുക്ക് ക്രോമസോമിൻ്റെ എണ്ണത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓരോ ജീവിയിലും ഓരോ ആനിമലിലും ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു നിശ്ചിത നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ക്രോമസോം അഥവാ മനുഷ്യ ക്രോമസോമുകൾ, ഈ മനുഷ്യ ക്രോമസോമുകൾ എത്ര എണ്ണം ഉണ്ട്? നമുക്കറിയാം 46 ക്രോമസോംസ് ആണ് നോർമലി മനുഷ്യരിൽ ഉണ്ടാവുക. ഇതൊക്കെ പെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അഥവാ 23 പെയേഴ്സ് ഓഫ് ക്രോമസോമുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഈ പെയേഴ്സ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, പെയേഴ്സ് ആയിട്ട് നിൽക്കുന്ന ക്രോമസോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. എന്താണ് ഹോമോലോഗസ് ക്രോമസോം? രണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള അഥവാ ഒരേപോലെയുള്ള ക്രോമസോമുകൾ ഒരുമിച്ച് ഒരു ജോഡിയെ പോലെ നിൽക്കുന്നതിനെയാണ് ഹോമോലോഗസ് ക്രോമസോം. ഇതാണ് ഹോമോലോഗസ് ക്രോമസോംസ്. ആൻഡ് ഇതിലൊരു ക്രോമസോം, ഈ ഐഡൻറ്റിക്കലായിട്ടുള്ള ക്രോമസോമുകളിൽ ഒന്ന് ആരിൽ നിന്ന് കിട്ടിയതായിരിക്കും? ഫാദറിൽ നിന്ന് കിട്ടിയതായിരിക്കും, ഒന്ന് മദറിൽ നിന്ന് കിട്ടിയതായിരിക്കും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രോമസോമുകൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, 23 എണ്ണം പെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. 46 ക്രോമസോമുകൾ 23 പെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യാം. നമുക്ക് ക്രോമസോമുകൾ 2 തരത്തിലാണുള്ളത്. ആദ്യത്തെ തരമാണ് സൊമാറ്റിക് ക്രോമസോംസ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ തരമാണ് ലിംഗനിർണയ ക്രോമസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോം. ലിംഗനിർണയ ക്രോമസോമുകൾ. ഓക്കെ, ലിംഗനിർണയ ക്രോമസോംസ് ആൻഡ് സ്വരൂപ ക്രോമസോമുകൾ. ഈ 23 പേരിൽ 22 പേഴ്സും സൊമാറ്റിക് ക്രോമസോംസ് ആണ് അല്ലെങ്കിൽ സ്വരൂപ ക്രോമസോമുകളാണ്. ഇവയൊക്കെ ഹോമോലോഗസ് ക്രോമസോംസ് ആയിട്ട് അല്ലെങ്കിൽ പെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ സൊമാറ്റിക് ക്രോമസോമുകളുടെ പ്രത്യേകത എന്താണ്? ഇവരാണ് നമ്മുടെ ശാരീരിക സവിശേഷതകൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് സെക്സ് ക്രോമസോംസ് അഥവാ ലിംഗനിർണയ ക്രോമസോമുകൾ. 22 പേരും സൊമാറ്റിക് ആണ്, അതിൽ ഒരു പെയർ മാത്രമേ എന്തുള്ളൂ? ലിംഗനിർണയ ക്രോമസോമുകളായിട്ടുള്ളൂ. ഇവയാണ് എക്സ് ആൻഡ് വൈ ക്രോമസോംസ്. ഇത് മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഇത് XY
എന്നുള്ള തരത്തിലായിരിക്കും ഇവരുടെ ജനിതക ഘടന. ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ XX ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, ആൻഡ് ഇതാണ് ഈ സെക്സ് ക്രോമസോംസ് ആണ് നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ, നമ്മുടെ സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമുകളാണ്. അത് XY ആണെങ്കിൽ മെയിൽസ് ആയിരിക്കും, XY ആണ് മെയിൽസ് ആയിരിക്കും, XX ആണെങ്കിൽ ഫീമെയിൽസ് ആയിരിക്കും. ആൻഡ് ഈ XX അഥവാ ഫീമെയിൽസിൻ്റെ കേസിൽ ഇവർ രണ്ടും ഹോമോലോഗസ് ആയിരിക്കും. ഈ പെയേഴ്സ് ഹോമോലോഗസ് ക്രോമസോം ആയിരിക്കും, അഥവാ ഒരുപോലെയുള്ള രണ്ട് ക്രോമസോംസ് ആയിരിക്കും. പക്ഷേ മെയിൽസിൻ്റെ കേസിൽ X ക്രോമസോം ആൻഡ് Y chromosomes are not identical. ഇതാണ് Y chromosome, അഥവാ Y chromosomes are smaller than X chromosomes. ആൻഡ് ഓൾസോ Y ക്രോമസോമിൻ്റെ ഉള്ളിൽ SRY ജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട്. ഈ ജീനാണ് അവരിൽ മെയിൽസിൽ ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റ് അഥവാ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്ന ജീൻ. ഇത് Y ക്രോമസോമിൽ മാത്രമേ ഉള്ളൂ. സോ മെയിൽസിന് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് Y ക്രോമസോമാണ്. ആൻഡ് ഈ Y ക്രോമസോംസ് അവർക്ക് കിട്ടുന്നത് അവരുടെ ഫാദറിൽ നിന്നാണ്. ഓക്കെ, സോ നമുക്ക് ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് നോക്കുകയാണെങ്കിൽ മെയിൽസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? മെയിൽസിൻ്റെ കേസിൽ 22 സ്വരൂപ ക്രോമസോമുകൾ അഥവാ സൊമാറ്റിക് ക്രോമസോംസ് പ്ലസ് XY ആയിരിക്കും മെയിൽസിൻ്റെ ജനിതക ഘടന. അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? 22 സൊമാറ്റിക് ക്രോമസോം പ്ലസ് XX ആയിരിക്കും അവരുടെ ജനിതക ഘടന. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ വേരിയേഷൻസ് ഇൻ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ജനിതക ഘടനയിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇത് നോർമലി നമുക്ക് വരുന്നത്, നമ്മൾ പറഞ്ഞു നോർമലി എങ്ങനെയാണ് നമുക്ക് വരുന്നത്? 22 പ്ലസ് XX അല്ലെങ്കിൽ XY ആയിരിക്കും. മെയിൽസ് ആണെങ്കിൽ XY, ഫീമെയിൽസ് ആണെങ്കിൽ XX. ഇതിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ ഇതിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് മാറ്റി നിർത്താം. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ 44 പ്ലസ് X0. ഇവിടെ എന്താണ് പ്രശ്നം? ഒരു സെക്സ് ക്രോമസോം മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഇവരെ നമുക്ക് വിളിക്കാം ഫീമെയിൽസ് വിത്ത് ഓൺലി 1 X ക്രോമസോം. ഇവിടെ ഒറ്റ X ക്രോമസോംസ് മാത്രമേ ഉള്ളൂ, ഒരു സെക്സ് ക്രോമസോം മിസ്സിംഗ് ആണ്. ഇത് കണ്ടുവരുന്ന കണ്ടീഷനെയാണ് നമ്മൾ ടർണർ സിൻഡ്രം എന്ന് വിളിക്കും. TURNER, ടേർണർ സിൻഡ്രം എന്ന് വിളിക്കും. ഇവർ ഫീമെയിൽസ് ആയിരിക്കും. ഇവരുടെ സെക്ഷൽ ഓർഗൻസ് ഒക്കെ റുഡിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷനാണ് 44 പ്ലസ് XX. ഇവരുടെ പ്രശ്നം എന്താണ്? അവർക്കൊരു അഡീഷണൽ X ക്രോമസോംസ് ഉണ്ട്. ഇവരും ഫീമെയിൽ തന്നെയാണ്, XX പ്ലസ് ഒരു അഡീഷണൽ X ക്രോമസോം ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ X സിൻഡ്രം. മൂന്നാമത്തെ കണ്ടീഷനാണ് 44 പ്ലസ് XXY. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവർ മെയിൽസ് ആണ്, പ്ലസ് ഒരു അഡീഷണൽ X ക്രോമസോം ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ആൻഡ് ഫൈനലി വി ഹാവ് 44 പ്ലസ് XYY. ഇവർ മെയിൽസ് ആണ്, ഇവർക്ക് ഒരു 1 അഡീഷണൽ Y ക്രോമസോം ഉണ്ട്. ഇതിനെ നമുക്ക് XYY സിൻഡ്രോം എന്ന് വിളിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ജനിതക ഘടനയിൽ അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വേരിയേഷൻ വന്നതിനുള്ള കുഴപ്പം. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ ജീൻ. നമ്മൾ ഇതുവരെ ക്രോമസോമിൻ്റെയും DNA സ്ട്രക്ചറും ക്രോമസോമിൻ്റെ എണ്ണമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ജീൻ എങ്ങനെയാണ്, ക്രോമസോമിൻ്റെ ഉള്ളിൽ ജീൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. ഇതാണ് നമ്മുടെ ക്രോമസോമിൻ്റെ ഉള്ളിൽ ചുറ്റുകോവണി മാതൃക അഥവാ ഡബിൾ ഹെലിക്കൽ മോഡലിൽ നമ്മളുടെ DNA ഉണ്ട്. നമുക്ക് ആ DNA ഉള്ളിൽ നമ്മൾ പറഞ്ഞു, DNA ഉള്ളിൽ സ്ട്രാൻഡ്സ് ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട്. നമുക്കറിയാം ഈ നൈട്രജൻ ബേസസ് ഒക്കെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സീക്വൻസിലാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഡിഫറെൻ്റ് ആവും. നമുക്ക് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇതൊക്കെ ഒരു പ്രത്യേക സീക്വൻസിലാണ് നിൽക്കുന്നത് DNA ഉള്ളിൽ. സോ ഈ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് വിത്തിൻ ദ DNA ഇസ് നോൺ ആസ് ജീൻ. എന്താണ് ജീൻ എന്ന് പറഞ്ഞാൽ? സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡുകളുടെ ഒരു പ്രത്യേക ശ്രേണിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീനുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയോടൈഡുകളുടെ ഒരു പ്രത്യേക ശ്രേണി. ആൻഡ് ഈ ജീനുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനാണ് നമ്മുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് നിർമ്മിക്കുന്നത് ആക്ച്വലി ഈ ജീനുകളിൽ നിന്നാണ്. ഈ ജീനുകളിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണി, ഇതിൻ്റെ സീക്വൻസ് അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, നൗ നമ്മൾ DNA കുറിച്ച് പറഞ്ഞു. DNA ആണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് ഇത് കൂടാതെ ഒരു
ന്യൂക്ലിക് ആസിഡ് കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു ജനറ്റിക് മെറ്റീരിയൽ കൂടിയുണ്ട്. അതാണ് RNA അഥവാ റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആയിരുന്നു, RNA റൈബോ ന്യൂക്ലിക് ആസിഡാണ്. എന്താണ് RNA DNAയിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് RNA. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. DNA ഒരു ഡബിൾ ഹെലിക്കൽ മോഡലായിരുന്നെങ്കിൽ RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇവിടെ ഈ ഒരു സ്ട്രക്ചറിലാണ് RNA ഉള്ളത്. ഓക്കെ, RNA ഉള്ളത്, അതിന് സ്ട്രാൻഡ് ഉണ്ട്, ബട്ട് ഇറ്റ് ഇസ് സിംഗിൾ ആൻഡ് ദർ ഇസ് റങ്സ് ഉണ്ട്, ബട്ട് അവിടെ ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. സോ എന്താണ് ഇതിലുള്ള വ്യത്യാസം? ഒന്ന്, RNAക്കുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഇസ് സിംഗിൾ സ്ട്രാൻഡഡ്. രണ്ടാമത്തത്, ഈ RNAയുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ നിർമ്മാണ ഘടകങ്ങൾ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകൾ തന്നെയാണ്. ന്യൂക്ലിയോടൈഡുകൾ തന്നെയാണ് നമ്മുടെ RNAയുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. ഇതിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്? നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെയും ഒരു ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മുടെ നൈട്രജൻ ബേസുകളുണ്ട്. ഓക്കെ, ഈ ന്യൂക്ലിയോടൈഡുകൾ തന്നെയാണ് RNAയുടെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ ന്യൂക്ലിയോടൈഡിലെ DNAയിൽ ഷുഗർ മോളിക്യൂൾ അഥവാ പഞ്ചസാര തന്മാത്ര ഡിയോക്സി റൈബോസ് ആയിരുന്നെങ്കിൽ RNAയുടെ കേസിൽ ഇത് എന്താണ്? RNAയുടെ കേസിൽ ഇത് റൈബോസ് ഷുഗറാണ് കേട്ടോ. റൈബോസ് ഷുഗർ മോളിക്യൂളാണ് RNAയുടെ കേസിൽ. ആൻഡ് ഓൾസോ അപ്പോൾ ന്യൂക്ലിയോടൈഡിൻ്റെ കേസിൽ ഡിയോക്സി റൈബോസിന് പകരം റൈബോസ് ഷുഗറാണ്. പ്ലസ് ഇവർക്ക് എന്തുണ്ട്? ഫോസ്ഫേറ്റ് തന്മാത്രയുണ്ട്, പ്ലസ് നൈട്രജൻ ബേസ് ഉണ്ട്. അപ്പോൾ ഷുഗർ മോളിക്യൂളിലെ വ്യത്യാസം ഇവിടെ ഡിയോക്സി റൈബോസിന് പകരം റൈബോസ് ഷുഗറാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ വ്യത്യാസമില്ല. ഇനി അടുത്ത വ്യത്യാസമുള്ളത് ഇവരുടെ നൈട്രജൻ ബേസുകളാണ്. നമ്മൾ DNAയുടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെയും നമുക്ക് അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്. തൈമിൻ ഇല്ല, പകരം ഇവിടെ ഒരു അഡീഷണൽ നൈട്രജൻ ബേസ് ഉണ്ട്, അതിൻ്റെ പേരാണ് യുറാസിൽ. സോ RNAയും DNAയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ വ്യത്യാസം, ഇത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. രണ്ടാമത്തെ വ്യത്യാസം, ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗറിന് പകരം നമുക്കുള്ളത് റൈബോസ് ഷുഗറാണ്. മൂന്നാമത്തെ വ്യത്യാസം, നൈട്രജൻ ബേസുകളിൽ തൈമിന് പകരം ഇവിടെയുള്ളത് യുറാസിലാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു പ്രോട്ടീൻ സിന്തസിസ്. നമ്മൾ പറഞ്ഞു ജീനുകളുടെ പ്രത്യേക സീക്വൻസിനനുസരിച്ചാണ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത്. ആ പ്രോട്ടീൻസ് ആണ് നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത്? ഈ പ്രോട്ടീൻ സിന്തസിസിന് രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNAയിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രോട്ടീൻ സിന്തസിസിന് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് 2 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ. അത് എന്ന് പറഞ്ഞാൽ DNA mRNA ആക്കുന്നതാണ്. എന്താണ് mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA. ഈ DNA-നെ mRNA ആക്കുന്ന ഈ പ്രൊസീജിയർ, അല്ലെങ്കിൽ DNA ഒരു RNA മോളിക്യൂൾ ആകുന്ന ഈ പ്രൊസീജിയർ നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങൾക്ക് DNA-നെ കാണാൻ പറ്റും. ഈ DNA എന്താകുന്നുണ്ട്? RNA ആകുന്നുണ്ട്. ഇതാണ് RNA. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ടാണ്. ഈ DNA-നെ mRNA ആക്കാൻ കുറേ എൻസൈമുകളാണ് സഹായിക്കുന്നത്. ആൻഡ് എന്താണ് ഈ മെസ്സഞ്ചർ RNA? എന്തിനാണിതിങ്ങനെ മെസ്സഞ്ചർ RNA? എന്തിനാണ് RNA ആവുന്നത്? ഈ RNAൻ്റെ ഉള്ളിൽ mRNAയുടെ ഉള്ളിലാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജസ് ഉള്ളത്. സോ ഈ mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNAയിലാണ് നമുക്ക് പ്രോട്ടീൻ സിന്തസിസിൽ വേണ്ട മെസ്സേജുകൾ ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൽ നമുക്ക് DNA-യിൽ നിന്ന് ഇവിടെ RNA ഉണ്ടായിക്കഴിഞ്ഞു. ഈ RNA നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ന്യൂക്ലിയസിന് പുറത്തേക്ക് വന്നിട്ട് നേരെ പോകുന്നത് റൈബോസോമിലേക്കാണ്. ഇതാണ് റൈബോസോം എന്ന് നോക്കും. അവിടേക്ക് നമ്മുടെ RNA ഇങ്ങനെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA ഇങ്ങനെ എത്തുകയാണ്. ഈ എത്തിയ mRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA വരുന്നതിനനുസരിച്ച് ഈ റൈബോസോം, ദിസ് ഇസ് റൈബോസോമിൻ്റെ ഉള്ളിൽ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 RNAകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് tRNA. യു ക്യാൻ സീ ഇറ്റ് ഇൻ ഫിഗർ. ഇതാണ് tRNA. ഈ കുരിശ് പോലെയുള്ള സ്ട്രക്ചറാണ് tRNA. ഇതിനെ ഈ ക്ലോവർ ലീഫ് മോഡൽ എന്നൊക്കെയാണ് പറയുക. അതൊന്നും പഠിക്കേണ്ടില്ലെങ്കിലും ജസ്റ്റ് ഇതാണ് tRNA. ഈ tRNAൻ്റെ ഫംഗ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ
mRNA-യിൽ നമ്മുടെ ജനറ്റിക് കോഡ് ഉണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതിനനുസരിച്ചുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന ഫംഗ്ഷനാണ് tRNA. tRNA എന്ന് പറഞ്ഞാൽ ആ ടി ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫർ എന്നാണ്. ട്രാൻസ്ഫർ RNA എന്നാണ് നമ്മൾ tRNA-നെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ tRNA-യുടെ ഫംഗ്ഷൻ എന്താണ്? ഇതാണ് ഇവിടെ tRNA. ഇവിടെയുള്ള അമിനോ ആസിഡുകൾ, ഈ ചിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും tRNA ഒരു അമിനോ ആസിഡുകൾ, അതായത് mRNA-യിലുള്ള മെസ്സേജ് അനുസരിച്ച് അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരലാണ് tRNA-യുടെ ഫംഗ്ഷൻ. രണ്ടാമത് ഒരു RNA കൂടി ഉണ്ട്. ഈ കൊണ്ടുവന്ന അമിനോ ആസിഡ് നമുക്കറിയാം, പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ബോണ്ട് ചെയ്തിട്ടാണ് നമുക്ക് പ്രോട്ടീൻസുകൾ ഉണ്ടാകുന്നത്. ഈ അമിനോ ആസിഡുകളെ ബോണ്ട് ചെയ്യിപ്പിക്കലാണ് രണ്ടാമത്തെ RNA-യുടെ ഫംഗ്ഷൻ. ഈ RNA-യുടെ പേരാണ് rRNA അല്ലെങ്കിൽ റൈബോസോമൽ RNA. ഇങ്ങനെ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത്. സോ പ്രോട്ടീൻ സിന്തസിസിന് 2 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷൻ, DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സ്, മെസ്സഞ്ചർ RNA. ഈ മെസ്സഞ്ചർ RNA-യിലാണ് പ്രോട്ടീൻ സിന്തസിസിനുള്ള മെസ്സേജ് ഉള്ളത്. ഈ RNA റൈബോസോമിൽ എത്തുമ്പോഴേക്കും tRNA അതിനനുസരിച്ചുള്ള അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരികയും ഈ അമിനോ ആസിഡുകളെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി ആരുണ്ട്? rRNA വരുന്നു. ഇങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. സോ നമുക്ക് ഈ 3 RNA-യുടെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, ഇവിടെ 3 RNA-കളാണ്. ഇതാണ് നമ്മുടെ mRNA. എന്താണ് mRNA-യുടെ ഫംഗ്ഷൻ? mRNA ആക്ച്വലി ക്യാരീസ് ദ ജനറ്റിക് ഇൻഫോർമേഷൻ ഫോർ ദ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ മെസ്സേജുകൾ വഹിക്കുക എന്നുള്ളതാണ് mRNA-യുടെ ഫംഗ്ഷൻ. രണ്ടാമത് tRNA അഥവാ ട്രാൻസ്ഫർ RNA ദേ ക്യാരീസ് ദ അമിനോ ആസിഡ്സ് ഇൻ ടു ദ റൈബോസോംസ്. ആൻഡ് finally we have rRNA which joins the amino acids into the proteins. ഇനി നമ്മൾ പ്രോപ്പർ ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ പറയുന്നത് DNA, RNA, ജീൻസ്, പ്രോട്ടീൻ സിന്തസിസ്, അതേപോലെ തന്നെ ഇവരുടെയൊക്കെ സ്ട്രക്ചേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ ജീനുകൾ കൈമാറപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ പാരൻസിനെ പോലെ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരാറുണ്ട്. ഈ 2 പ്രോസസ്സ് ഇതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ ഹെറിഡിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് വേരിയേഷൻ. ഹെറിഡിറ്റിയെ മലയാളത്തിൽ നമുക്ക് പാരമ്പര്യമെന്നും വേരിയേഷനെ വ്യതിയാനങ്ങളെന്നും വിളിക്കാം. എന്താണ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് എ ക്യാരക്ടർ ഫ്രം അവർ പാരൻസ് ടു ഓഫ്സ്പ്രിങ്സ്. പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് അഥവാ മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് ഒരു സ്വഭാവത്തെ കൈമാറുന്നതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി അഥവാ പാരമ്പര്യം എന്ന് പറയുന്നത്. രണ്ടാമത് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കളിൽ ഇല്ലാത്തൊരു സ്വഭാവം നമ്മളിൽ കാണുന്നതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് എ ക്യാരക്ടർ ഇൻ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ പാരൻസിൽ നിന്ന് ഇല്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ മക്കളിൽ കാണുന്നതിൽ അല്ലെങ്കിൽ സന്താനങ്ങളിൽ കാണുന്നതിനെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഈ വേരിയേഷൻ ആയാലും ഹെറിഡിറ്റി ആയാലും അതിനൊക്കെ കാരണക്കാരാണ് ജീൻസാണ്. നമുക്ക് സാമ്യതയുള്ള സ്വഭാവം, അവരുടെ അതേ സ്വഭാവം നമുക്ക് കിട്ടിയാലും അവരുടേതല്ലാത്ത സ്വഭാവം നമുക്ക് കിട്ടിയാലും അതൊക്കെ നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടുന്ന ജീനുകൾ വഴി തന്നെയാണ്, വേരിയേഷൻ ആയാലും ഹെറിഡിറ്റി ആയാലും. ആൻഡ് ദ ഫീൽഡ് ഓഫ് ജെനറ്റിക്സ് which deals with the genes, heredity and variation is known as genetics. അഥവാ ജീനുകളെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതക ശാസ്ത്രം അഥവാ ജെനറ്റിക്സ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ മെൻഡൽ. ആരാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ? നമുക്കറിയാം, ഈ ജെനറ്റിക്സിനെ കുറിച്ചൊക്കെ ആരാണ് ആദ്യമായിട്ട് ഗവേഷണങ്ങൾ നടത്തിയത്? നമ്മൾ DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. 1953 DNA-യുടെ സ്ട്രക്ചർ നിലവിൽ വരുന്നത്. പക്ഷെ അതിനൊക്കെ 100 വർഷങ്ങൾക്ക് മുന്നേ ഒരു സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. നമ്മുടെ ജെനറ്റിക്സിനെ കുറിച്ചും ജനിതക ശാസ്ത്രത്തെക്കുറിച്ചും എന്തുകൊണ്ട് പാരൻസിലുള്ള ക്യാരക്ടേഴ്സ് നമ്മളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന സയൻറ്റിസ്റ്റ് കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിരുന്നു. ആൻഡ്
ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്. നമ്മൾ ഇദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഈ ഒരു 2 സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. സോ ഹി ഈസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ്, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, അല്ലെങ്കിൽ മെൻഡൽ എന്നെങ്കിലും ഓർത്തു വെക്കുക. മെൻഡലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം എന്താണ് ചെയ്തത്? 1856 തൊട്ട് ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ പിസം സാറ്റയും തോട്ടപ്പേർ അഥവാ ഗാർഡൻ പി അഥവാ തോട്ടപ്പേർ. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പിസം സാറ്റൈവം. പയറ് ചെടിയിൽ ഇദ്ദേഹം കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തി. എന്ത് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയ? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്. എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? വർഗ സങ്കരണ പരീക്ഷണങ്ങൾ. അതായത് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള അല്ലെങ്കിൽ പല സ്വഭാവങ്ങളുള്ള പയറ് ചെടികളെ പിടിച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ, അവരുടെ തമ്മിൽ സങ്കരണം നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള എക്സ്പെരിമെൻ്റാണ് ഇയാൾ നടത്തിയത്. ഈ എക്സ്പെരിമെൻ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം യൂസ് ചെയ്ത ക്യാരക്ടേഴ്സ് 7 ഉണ്ടായിരുന്നു. 7 സ്പെസിഫിക് ക്യാരക്ടേഴ്സാണ് ഇയാൾ ചൂസ് ചെയ്തത്. നെയിംലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി പറയുന്നില്ല, എന്നാലും ഞാൻ പറയാം. പ്ലാന്റ് ഹൈറ്റ്, സസ്യത്തിൻ്റെ ഉയരം, സീഡ് ഷേപ്പ്, സീഡ് കളർ, വിത്തിൻ്റെ ആകൃതി, നിറം, അതേപോലെ തന്നെ പോഡ് ഷേപ്പ്, പോഡ് കളർ, ഈ പുറന്തോട്, പയറിൻ്റെയൊക്കെ പുറന്തോടിൻ്റെ കളറ്, അതേപോലെ തന്നെ അതിൻ്റെ ആകൃതി, അതേപോലെ തന്നെ പൂവിൻ്റെ നിറം, ഫ്ലവർ കളർ ആൻഡ് ഫ്ലവർ പൊസിഷൻ, ഈ പൂവിൻ്റെയൊക്കെ പൊസിഷൻ, ഇതൊക്കെയാണ്. ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഈ സ്വഭാവങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒരു ജോഡി ഘടകങ്ങൾ, എ പെയർ ഓഫ് ഫാക്ടേഴ്സ്. അതായത് ഈ സ്വഭാവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ സമയത്ത് ജീനുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ DNA കുറിച്ചുള്ള അറിവൊന്നും ഉണ്ടായില്ല. ഇതും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജീനിനെ കുറിച്ചൊക്കെ അറിവാകുന്നത്. പക്ഷേ മെൻഡൽ അന്നേ പറഞ്ഞു സ്വഭാവങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അതാണ് സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഫാക്ടേഴ്സാണ്, എ പെയർ ഓഫ് ഫാക്ടേഴ്സ്, ഒരു ജോഡി ഘടകങ്ങളാണ് സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് വഴി, വർഗസങ്കരണ പരീക്ഷണങ്ങൾ വഴി ഇദ്ദേഹം കണ്ടുപിടിച്ചു. ആൻഡ് ഇതൊക്കെ ഇദ്ദേഹം ഓരോ നിയമങ്ങളായിട്ടും ഹൈപ്പോത്തസിസ് ആയിട്ടും ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു. ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ലോസ് ആണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ. ആൻഡ് ഇദ്ദേഹം കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു 1865 നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, ബ്രൂണിൽ നടന്ന നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ ഇദ്ദേഹം ജനിതക ശാസ്ത്രത്തെക്കുറിച്ചുള്ള, അതേപോലെ തന്നെ ഈ ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള, ഘടകങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അതേപോലെ തന്നെ തൊട്ടടുത്ത വർഷങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒരു തീസിസ് അഥവാ പ്രബന്ധം അവതരിപ്പിച്ചു, അല്ലെങ്കിൽ പ്രബന്ധമായിട്ട് പബ്ലിഷ് ചെയ്തു. എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ, സസ്യസങ്കരണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്നുള്ള പേരിൽ ഇദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിന് റിഗ്രറ്റാണ് ഉണ്ടായത്, ഇദ്ദേഹത്തിന് നിരാശയായിരുന്നു. കാരണം ഇദ്ദേഹം കണ്ടുപിടിച്ച പരീക്ഷണങ്ങളൊക്കെ തെറ്റാണ്, ഇദ്ദേഹത്തിൻ്റെ അനുമാനങ്ങളൊക്കെ തെറ്റാണെന്ന് ശാസ്ത്രലോകം ഇദ്ദേഹത്തെ അവഗണിച്ചു കളഞ്ഞു. അങ്ങനെ 1865 ഇത് നടന്നെങ്കിൽ 1884 ആയപ്പോഴേക്കും മെൻഡൽ മരിച്ചു. ആൻഡ് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ്, ഈ ജെനറ്റിക്സിനെ കുറിച്ചുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. 16 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ 1900 3 സയൻറ്റിസ്റ്റുകൾ ഈ മെൻഡലിൻ്റെ പരീക്ഷണങ്ങൾ ഒന്നുകൂടി സ്റ്റഡി ചെയ്തിട്ട് അവർ ഇതിനെക്കുറിച്ച് പഠിച്ചു നോക്കി. ആൻഡ് ദേ അക്സെപ്റ്റഡ്, അവർ മെൻഡൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് കണ്ടുപിടിച്ച 3 സയൻറ്റിസ്റ്റാണ് ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ് ആൻഡ് എറിക് വോൺ ഷെർമാർക്ക്. ഈ 3 സയൻറ്റിസ്റ്റാണ് മെൻഡലിൻ്റെ കണ്ടുപിടുത്തങ്ങളെ വീണ്ടും റീസ്റ്റഡി ചെയ്തിട്ട് ഇതൊക്കെ സത്യമാണ് എന്നുള്ളത് കണ്ടുപിടിച്ചത്. സോ ആക്ച്വലി ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ജെനറ്റിക്സ് അഥവാ ജനിതക ശാസ്ത്രത്തിന് ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ ഇട്ടത്. ആൻഡ് ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ പരീക്ഷണങ്ങളാണ്, എക്സ്പെരിമെൻറ്റ്സ് ആണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ നടത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് മെൻഡൽ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ, അഥവാ ഈ വർഗസങ്കരണ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അദ്ദേഹം ഒരു സിംഗിൾ ക്യാരക്ടറാണ് ചൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് ചൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ് ഹൈറ്റ് ആണ് അദ്ദേഹം ആദ്യമായിട്ട് ചൂസ് ചെയ്തത്. പ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സസ്യത്തിന്റെ ഉയരം. പ്ലാന്റ് ഹൈറ്റ് നമുക്ക് 2 തരത്തിലുണ്ടാവും. ടോൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ ചെടികൾ ഉണ്ടാവും, ഉയരം കുറഞ്ഞ ചെടികൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഡോർഫ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ആദ്യം മെൻഡൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്
ഒറ്റ ക്യാരക്ടർ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡൈസേഷനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഒരു ടോൾ പ്ലാന്റിനെ എടുത്തു, ഡോർഫ് പ്ലാന്റിനെ എടുത്തു. അതിനെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പ്രോജനീസ് മൊത്തം, അദ്ദേഹത്തിന് കിട്ടിയ സന്താനങ്ങൾ മൊത്തം ടോൾ പ്ലാന്റ്സ് ആയിരുന്നു. അതായത് ഫസ്റ്റ് ജനറേഷൻ, ഒന്നാം തലമുറയിൽ കിട്ടിയ സന്തതികൾ മൊത്തം ഉയരം കൂടിയ ചെടികളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഓരോ സ്വഭാവത്തെയും കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഉയരം കൂടിയ ചെടിയെ, ആ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും, ഉയരം കുറയുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും. ഈ ഫാക്ടറാണ് പിന്നീട് നമുക്ക് ജീനാണെന്ന് മനസ്സിലായത്. സോ ഈ ഉയരം കുറഞ്ഞ ചെടിക്ക് ഫസ്റ്റ് ജനറേഷനിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽ നമുക്ക് എന്തുകൊണ്ട് ഉയരം കുറഞ്ഞ ചെടികളെ കിട്ടിയില്ല എന്നത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ജനറേഷനിലുള്ള ചെടികളെ, അതായത് ടോൾ പ്ലാന്റ്സിൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ഉയരം കൂടിയ ചെടികളെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, ഇദ്ദേഹം കിട്ടിയ ഈ ഫസ്റ്റ് ജനറേഷനിലെ ചെടികളെ വീണ്ടും ഹൈബ്രിഡൈസേഷൻ നടത്തി. ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ, സെൽഫ് പോളിനേഷൻ, അഥവാ അവരെ, ആ മക്കളെ തമ്മിൽ സെൽഫ് പോളിനേഷൻ നടത്തിയിട്ട് അദ്ദേഹം വീണ്ടും അതിന്റെ റിസൾട്ട് നോക്കിയപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ അദ്ദേഹത്തിന് 3:1 റേഷ്യോയില് ടോൾ ഈസ് ടു ഡോർഫ് ആണ് ഈ 3:1 റേഷ്യോ. ടോൾ ഈസ് ടു ഡോർഫ് റേഷ്യോ 3:1 കിട്ടി. അഥവാ കിട്ടിയ മക്കളിൽ 4/3 ഭാഗവും എന്താണ്, ഉയരം കൂടിയ ടോൾ പ്ലാന്റ്സ് ആയിരുന്നു. പക്ഷെ ഒരു ഭാഗം അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഡോർഫ് പ്ലാന്റ്സ് കിട്ടി. ഫസ്റ്റ് ജനറേഷനിൽ ഒരൊറ്റ ഉയരം കുറഞ്ഞ ചെടിയെ പോലും കിട്ടിയില്ല. ഈ കണ്ടുപിടുത്തത്തിനനുസരിച്ച് ഇദ്ദേഹം ഈ ഫാക്ടേഴ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഹൈപ്പോത്തൈസിസ് ചെയ്തു, അഥവാ കൂടുതൽ ഊഹങ്ങൾ ഇദ്ദേഹം പറയാൻ തുടങ്ങി. അഥവാ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, എന്തോ ഒരു ഫാക്ടർ വിത്തിനുള്ളിലുണ്ട്, ഓരോ ചെടിയുടെയും വിത്തിനുള്ളിലുണ്ട്. ദാറ്റ് ഈസ് പാസിംഗ് ഫ്രം പാരന്റ്സ് ടു ഓഫ് സ്പ്രിങ്സ്. പാരന്റ്സിൽ നിന്ന് ഓഫ് സ്പ്രിങ്സിലേക്ക് എന്തോ ഒരു ഫാക്ടർ കൈമാറുന്നുണ്ട് ത്രൂ ഗാമേറ്റ്സ്, അഥവാ ലിംഗകോശങ്ങൾ, അഥവാ ബീജകോശങ്ങൾ. ഇതിലൂടെ ഫാക്ടേഴ്സ് പാസ് ചെയ്യപ്പെടുന്നത് പാരന്റ്സിൽ നിന്നും ഓഫ് സ്പ്രിങ്സിലേക്ക്. സോ ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന, ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ജീന് പലതരത്തിലുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് അലീൽ എന്ന് പറഞ്ഞാൽ. പ്ലാൻ ഹൈറ്റ് തന്നെ എടുത്തോ. പ്ലാൻ ഹൈറ്റിൽ നമുക്കറിയാം, പ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീന് 2 തരത്തിലുണ്ട്. ഒന്ന് ടോൾ, അഥവാ ആ ജീനിന് ചിലപ്പോൾ ഉയരം കൂടിയതിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു ജീന് വേറൊരു തരത്തിലുണ്ടാവും, ഡോർഫ് എന്ന് പറഞ്ഞ, അഥവാ ഉയരം കുറഞ്ഞ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യും. സോ ഒരു ജീന്, ഒരു സ്വഭാവത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ജീന് 2 തരത്തിലുണ്ടാവാം. അങ്ങനെ ഈ ഡിഫറെന്റ് ഫോംസിലുള്ള അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഈ ജീൻസിനെ പറയുന്ന പേരാണ് അലീൽസ്. ഇവിടെ ടോൾനെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു അലീലാണ്, ഡോർഫ്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു അലീലാണ്. യൂഷ്വലി ഒരു ജീനിന് 2 അലീലുകളാണ് ഉണ്ടാവുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ അലീലുകളെ ഇദ്ദേഹം സിമ്പിൾസ് ആക്കി റെപ്രസെന്റ് ചെയ്തു. ടോൾ പ്ലാന്റിനെ ക്യാപിറ്റൽ ടി എന്നും, ടോൾ പ്ലാന്റ്സിനെ ക്യാപിറ്റൽ ടി എന്നും, ഡോർഫ് പ്ലാന്റ്സിനെ സ്മോൾ ടി എന്നും റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ കിട്ടിയ തലമുറകളുടെ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അവരുടെ സ്വഭാവം അല്ലെങ്കിൽ പ്രകടമായ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കും. നമുക്ക് പുറത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന സ്വഭാവങ്ങളെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ആക്ച്വൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ജനിതക ഘടനയെ നമുക്ക് ജീനോടൈപ്പ് എന്ന് വിളിക്കാം. സോ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്, നമുക്ക് കാണാൻ പറ്റുന്ന സ്വഭാവങ്ങളെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുമുള്ള ജനിതക ഘടനയാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. സോ ഈ മെൻഡലിൻ്റെ ഈ അനുമാനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മെൻഡൽ നടത്തിയ മോണോ ഹൈബ്രിഡ് ക്രോസ് ഒന്നുകൂടി പെർഫോം ചെയ്ത് നോക്കാം. അദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ടോൾ പ്ലാന്റും ഡോർഫ് പ്ലാന്റും തമ്മിലുള്ള ക്രോസിംഗ് ആയിരുന്നു, ഹൈബ്രിഡൈസേഷൻ ആയിരുന്നു. ഈ ടോൾ പ്ലാന്റിനെ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഡോർഫ് പ്ലാന്റിനെ സ്മോൾ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ ക്യാപിറ്റൽ ടി നിന്ന് ഉണ്ടാകുന്ന ഗമേറ്റുകളൊക്കെ എന്തായിരിക്കും, ക്യാപിറ്റൽ ടി തന്നെയായിരിക്കും. സ്മോൾ ടിയിൽ നിന്ന് ഉണ്ടാകുന്ന ഗമേറ്റുകളൊക്കെ എന്തായിരിക്കും, അഥവാ ബീജകോശങ്ങൾ എന്തായിരിക്കും, സ്മോൾ ടി തന്നെ ആയിരിക്കും. ഇവ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടന്ന് ഫസ്റ്റ് ജനറേഷനിൽ ഉണ്ടാകുന്ന പ്ലാന്റിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കൂ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. പക്ഷെ ഇതിന്റെ സ്വഭാവം എന്താണ്, ടോളാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 അലീലുകൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഈ പ്ലാന്റിന്റെ സ്വഭാവം ടോളാണ്.
അഥവാ ഈ പ്ലാന്റിന്റെ ഫീനോടൈപ്പ്, ഇതിന്റെ പ്രകടമായ ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഫീനോടൈപ്പ്. അത് ടോളാണ്, ഉയരം കൂടിയ ചെടിയാണ്. എന്തുകൊണ്ട് ഇത് ഉയരം കൂടി കാണപ്പെട്ടു? ഇവിടെയുള്ള ഈ ക്യാപിറ്റൽ ടി ഡോമിനന്റ് ട്രൈറ്റ് എന്നും ഈ സ്മോൾ ടി അഥവാ ഇവിടെ ഉയരം കൂടുന്നത് ടോൾനെസ്സിനെ ഡോമിനന്റ് ട്രൈറ്റ് എന്നും സ്മോൾ ടി അഥവാ ഡോർഫ്നെസ്സിനെ റെസസീവ് ട്രൈറ്റ് എന്നും നമുക്ക് വിളിക്കാം. ഡോമിനന്റ് ട്രൈറ്റ് എന്നും സ്മോൾ ടി അഥവാ ഡോർഫ്നെസ്സിനെ നമുക്ക് റെസസീവ് ട്രൈറ്റ് എന്നും വിളിക്കാം. ഈ സ്മോൾ ടി റെസസീവ് ട്രൈറ്റ് ആയതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ജനറേഷനിൽ, ഒന്നാം തലമുറയിൽ എക്സ്പ്രസ് ചെയ്യാതെ പോയത് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിനെ സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോൾ ഇതേ പ്ലാന്റ്സിന് നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്തു. നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് കിട്ടിയത്. അതിനെ മക്കളെ തമ്മിൽ നമുക്ക് സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോഴുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഇവിടെ ഉണ്ടാക്കുന്ന ഗമേറ്റ്സ്, ഇവിടെ 2 ടൈപ്പ് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ടി ഗമേറ്റും സ്മോൾ ടി ഗമേറ്റും. ഇവിടെയും ക്യാപിറ്റൽ ടി സ്മോൾ ടി ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന ഇവയെ തമ്മിൽ ക്രോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഈ ക്യാപിറ്റൽ ടിയും ചേർന്നാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി നമുക്ക് കിട്ടും. ക്യാപിറ്റൽ ടി വീണ്ടും സ്മോൾ ടി എന്ന് കിട്ടും. സോ ഇതിലെ ഈ ആദ്യത്തെ 3 ചെടികളുടെയും ക്യാരക്ടർ എന്തായിരിക്കും? ഇവയൊക്കെ ടോളായിരിക്കും. കാരണം ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഡോമിനന്റ്. സോ ക്യാപിറ്റൽ ടി എപ്പോ വന്നു കഴിഞ്ഞാലും അത് സ്മോൾ ടീനെ ഹിഡൻ ചെയ്യിപ്പിക്കും, മറച്ചു വെപ്പിക്കും. അതിനെയാണ് ഡോമിനന്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഈ 3 പ്ലാന്റും ടോളായിരിക്കും, ഇത് ഡോർഫ് ആയിരിക്കും. കാരണം എന്താടാ, ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഡോമിനന്റ്, ഈ സ്മോൾ ടി റെസസീവ് ആയി പോയി. റെസസീവ് ആയ 2 ട്രൈറ്റ്, 2 അലീലുകൾ ഒരുമിച്ച് വന്നാൽ അത് റെസസീവ് ക്യാരക്ടർ തന്നെ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൽ 3:1 അനുപാതത്തിൽ നമുക്ക് സെക്കൻഡ് ജനറേഷനിലെ സന്താനങ്ങളെ കിട്ടി. സോ ഈ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അഥവാ ടോൾ ഈസ് ടു ഡോർഫ്. ഇതിന്റെ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് കിട്ടിയ 4 എണ്ണത്തിൽ 3 എണ്ണം ടോളായിരുന്നു, അതിൽ 1 മാത്രം ഡോർഫ് ആയിരുന്നു. ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പിക് റേഷ്യോ. ഇനി ഇതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എന്താണെന്ന് നോക്കാം. എന്താണ് ജീനോടൈപ്പിക് റേഷ്യോ പറഞ്ഞാൽ ആക്ച്വൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള റേഷ്യോ. നമുക്ക് ഇവിടെ കിട്ടിയതിൽ ഒരു ക്യാപിറ്റൽ ടി ഉണ്ടായിരുന്നു, ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 എണ്ണം ഉണ്ടായിരുന്നു, സ്മോൾ ടി 1 ആണ് ഉണ്ടായിരുന്നത്. സോ ഇതിന്റെ ജീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ജനിതക ഘടനകൾ തമ്മിലുള്ള റേഷ്യോ. ജീനോടൈപ്പിക് റേഷ്യോ എന്തായിട്ട് മാറും? 1:2:1 എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി ഈ ഒരു കാര്യങ്ങളെ കുറിച്ച്, അഥവാ മെൻഡലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിനെ പറ്റി മെൻഡൽ നൽകിയ അനുമാനങ്ങൾ അഥവാ മെൻഡലിന്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. ഒരു ക്യാരക്ടറിന്, ഒരു സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഇതിനാണ് നമ്മൾ പിന്നെ ജീൻസ് എന്ന് പറയുന്നത്. ആ ജീനിന് തന്നെ 2 വ്യത്യസ്ത ഫോംസ് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ അലീൽസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അലീലുകൾ എന്ന് വിളിക്കും. ആൻഡ് ഏത് ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഏത് ട്രെയ്റ്റ് ആണോ, ഏത് സ്വഭാവമാണോ ഒന്നാമത്തെ ജനറേഷനിൽ കാണപ്പെടുന്നത് അതിനെ നമുക്ക് ഡോമിനന്റ് ട്രെയ്റ്റ് എന്ന് വിളിക്കാം. ഏത് ട്രെയ്റ്റ് ആണോ ഒന്നാമത്തെ ജനറേഷൻ, 1ാം തലമുറയിൽ കാണാത്തത് പക്ഷെ 2ാമത്തെ ജനറേഷനിൽ കണ്ടുവരുന്നത്, അവയെ നമുക്ക് റെസസീവ് ട്രെയ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്ത ഒരു അനുമാനം മെൻഡൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഗമേറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അഥവാ ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെയുള്ള ഫാക്ടേഴ്സ് തമ്മിൽ മിക്സ് ആവുന്നില്ല, ദേ ഗെറ്റ് സെപ്പറേറ്റഡ് വിത്തൗട്ട് മിക്സിങ്. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവും? ഫോർ എക്സാമ്പിൾ, നമുക്ക് സെൽഫ് പോളിനേഷൻ അഥവാ ഫസ്റ്റ് ജനറേഷനിലെ തമ്മിൽ സെൽഫ് പോളിനേഷൻ നടത്തുന്ന സമയത്ത് അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിന്റെ ഗമേറ്റ്സ് ഉണ്ടാകുമ്പോൾ നോക്കൂ, ഇത് ക്യാപിറ്റൽ ടി ഒരു ഗമേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, സ്മോൾ ടി ഒരു ഗമേറ്റ് ഉണ്ടാക്കുന്നത്. ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും തമ്മിൽ മിക്സ് ആകുന്നില്ല. ഇവർ രണ്ടും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വന്തമായിട്ട് ഗമേറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഗമേറ്റ്സ് ഫോം ചെയ്യുന്ന ബീജകോശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവ
വ്യത്യസ്തമായിട്ടുള്ള ഇവരുടെ തന്നെ ബീജകോശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിത്തൗട്ട് മിക്സിങ്. ആൻഡ് ദ റേഷ്യോ ഓഫ് ഡോമിനൻറ്റ് റെസസീവ് ട്രേറ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഈസ് 3:1. നമ്മൾ പറഞ്ഞു ഫീനോടൈപ്പിക് റേഷ്യോ 3:1 ആണ്. അതേപോലെ തന്നെ ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ് മെൻഡലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ. ഓക്കെ, ഇനി മെൻഡലിൻ്റെ ഡൈ ഹൈബ്രിഡ് ക്രോസിലേക്ക് പോകാം. ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താടാ? മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഒരു സിംഗിൾ ക്യാരക്ടർ അഥവാ ഒറ്റ സ്വഭാവം മാത്രമേ അദ്ദേഹം ഈ പരീക്ഷണത്തിന് വേണ്ടി എടുത്തിരുന്നു. പക്ഷേ ഡൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ കേസിൽ ഇവിടെ 2 ക്യാരക്ടേഴ്സ് അദ്ദേഹം ചൂസ് ചെയ്തു. ഒന്ന് പ്ലാൻ ഹൈറ്റ് തന്നെയാണ്. പ്ലാൻ ഹൈറ്റ് ആകുമ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും? ടോൾ പ്ലാന്റ്സ് ഉണ്ടാവും, ഡോർഫ് പ്ലാന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇദ്ദേഹം രണ്ടാമതായിട്ട് ചൂസ് ചെയ്ത ക്യാരക്ടറാണ് സീഡ് ഷേപ്പ് അഥവാ വിത്തിൻ്റെ ആകൃതി. സീഡ് ഷേപ്പാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. സീഡ് ഷേപ്പ് 2 തരത്തിലുണ്ടടാ. ഒന്ന് റൗണ്ട് ഷേപ്പ് ഉണ്ട്. റൗണ്ട് ഷേപ്പിന് നമുക്ക് ക്യാപിറ്റൽ ആർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ റിങ്കിൾഡ് ആയിട്ടുള്ള അഥവാ ചുളുങ്ങിയതായിട്ടുള്ള സീഡ്സ് ഉണ്ടാവും. ഇതിന് നമുക്ക് സ്മോൾ ആർ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇദ്ദേഹം ഇതിനെ ഹൈബ്രിഡൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയും അദ്ദേഹം ചൂസ് ചെയ്തു പാരൻസ് ആയിട്ട്. അതുപോലെ തന്നെ ഡോർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ്സ് ആയിട്ടുള്ള പാരൻസിനെയും ഇദ്ദേഹം ചൂസ് ചെയ്തു. ഇതിന് ഗമേറ്റ്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്യാപിറ്റൽ ടി ഗമേറ്റും ഉണ്ടാവും, ക്യാപിറ്റൽ ആർ ഗമേറ്റ് ബീജകോശങ്ങളും ഉണ്ടാവും. ഇവിടെ സ്മോൾ ടി ആർ ഈ ഒരു കോമ്പിനേഷനുള്ള ബീജകോശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ 1ാം തലമുറയിൽ കിട്ടുന്ന സന്തതികളുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഇവർ ടോളായിരിക്കും, റൗണ്ട് സീഡഡ് ആയിരിക്കും. ഇവിടെ ഈ ക്യാപിറ്റൽ ആർ ഡോമിനൻറ്റ് ക്യാരക്ടറാണ്, റിങ്കിൾഡ് സീഡ് റെസസീവ് ക്യാരക്ടറാണ്. നമുക്ക് ടോൾനെസ്സിൽ ക്യാപിറ്റൽ ടി ഡോമിനൻറ്റ് ക്യാരക്ടറാണ്, സ്മോൾ ടി റെസസീവ് ക്യാരക്ടറാണ്. സോ ഇത് മെൻഡൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഫസ്റ്റ് ജനറേഷനിൽ ഡോമിനൻറ്റ് ട്രേറ്റ് മാത്രമേ എക്സ്പ്രസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ്റെ സെൽഫ് പോളിനേഷൻ നടത്തുമ്പോൾ അഥവാ ഒന്നാമത്തെ തലമുറയിലെ സന്തതികളുടെ ജനിതഘടന എന്തായിരുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതിനെ നമുക്ക് ഇതേ സന്തതികളെ തന്നെ സെൽഫ് പോളിനേഷൻ ചെയ്യുന്നു. ഇതിന് നമുക്കൊരു സ്ക്വയർ വെച്ചിട്ട് ഇതിനെ ക്രോസ് ചെയ്തിട്ട് അവരുടെ ജനിതഘടന എഴുതാം. ഓക്കെ, ഇതിന് നമ്മൾ ആക്ച്വലി പുന്നറ്റ് സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ക്രോസ് ചെയ്തിട്ടുള്ള ജനിതഘടന എഴുതാൻ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്യാം. ഇവിടെ ഉണ്ടാകുന്ന ഗമേറ്റ്സ് ഏതൊക്കെ ടൈപ്പ് ഗമേറ്റ്സ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഗമേറ്റ് ഉണ്ടാവാം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഗമേറ്റ് ഉണ്ടാവാം, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഗമേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്മോൾ ടി സ്മോൾ ആർ ഗമേറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് സെയിം സന്തതി തന്നെയല്ല. അപ്പോൾ ഇതേപോലത്തെ ഗമേറ്റ്സ് ആർക്കും ഉണ്ടാവടാ? മറ്റേ രണ്ടാമത്തെ പാരൻറ്റിനുണ്ടാവും. ക്യാപിറ്റൽ ടി സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആൻഡ് ഓൾസോ സ്മോൾ ടി സ്മോൾ ആർ. സോ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ഈ രണ്ടാമത്തെ ഗമേറ്റ് വെച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതുപോലെ തന്നെ ലാസ്റ്റ് സ്മോൾ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഇതിൽ നമുക്ക് റെസസീവ് ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ് അല്ലാത്ത റെസസീവ്
ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നതിനൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഇവിടെ ഈ ഫസ്റ്റ് ക്യാരക്ടർ മൊത്തം, ഈ ഫസ്റ്റ് കോളത്തിൽ മൊത്തം നമുക്ക് ഡോമിനൻറ്റ് ക്യാരക്ടറാണ് കിട്ടിയുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് റെസസീവ് ക്യാരക്ടർ കിട്ടി. ഒന്നിത് സ്മോൾ ആർ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ റിങ്കിൾഡ് സീഡിൻ്റെ ആ സ്വഭാവം എക്സ്പ്രസ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തത് ഇത് റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നുണ്ട്, ഇവിടെ എക്സ്പ്രസ് ആവുന്നുണ്ട്, ഇവിടെ റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ആവുന്നുണ്ട്, ഇവിടെ എക്സ്പ്രസ് ആവുന്നുണ്ട്, ആൻഡ് ഫൈനലി ഇവിടെയും എക്സ്പ്രസ് ആവുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും, നമുക്ക് ഇതിൽ ടോൾ ആൻഡ് റൗണ്ട് സീഡ് കിട്ടിയ 9 പ്രോജനുകൾ 1 2 3 4 5 5 6 7 8 9 സന്തതികളെ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഡോമിനൻ്റ് ആയിട്ട് വരുന്നത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരുന്നത് 3 സന്തതികൾ കിട്ടും. സ്മോൾ ടി ക്യാപിറ്റൽ ആർ വരുന്നത് 3 സന്തതികൾ കിട്ടും. സ്മോൾ ടി സ്മോൾ ആർ വരുന്നത് ഒറ്റ പ്രോജനയും കിട്ടും. സോ ഇതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്താടാ? ഫീനോടൈപ്പിക് പറഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള റേഷ്യോ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 9:3:3:1. ഇതിൻ്റെ ജീനോ ടൈപ്പുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റേഷ്യോ നമുക്ക് പഠിക്കാനില്ല. എന്നാലും ഞാനെന്ന് പറയാം, ഈ റേഷ്യോ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഡൈഹൈബ്രിഡ് ക്രോസിൽ സെക്കൻഡ് ജനറേഷൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ ആണ് 9:3:3:1. ഇതാണ് ഫീനോടൈപ്പിക് റേഷ്യോ. ഇതിൻ്റെ ജീനോടൈപ്പിക് റേഷ്യോ ജസ്റ്റ് ഒന്ന് എഴുതാം, 1:2:1:2:4:2:1:2:1. ഇതിൽ മൊത്തം 16 പ്രോജനീസ് ഉണ്ടാവും. ഇവരുടെയൊക്കെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ള ജീനോടൈപ്പിക് റേഷ്യോ ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 9:3:3:1 എന്നാണ് ഉള്ളത്. ജീനോടൈപ്പിക് റേഷ്യോ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ടുള്ള മെൻഡലിൻ്റെ പോസ്റ്റുലേറ്റ് ആണ് എന്ത്? വെൻ 2 or more traits combined, രണ്ടോ അതിലധികമോ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവർ ഇൻഡിപെൻഡൻ്റ്ലി, അവർ സ്വതന്ത്രമായിട്ട് മറ്റു തലമുറയിലേക്ക് ഇൻഹെറിറ്റഡ് ആവുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് നമുക്ക് ഈ ലോനെ നമുക്ക് വേറെ ഒരു പേരിലും വിളിക്കുന്നുണ്ട്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ഇതിന് വിളിക്കുന്ന പേരെന്താണ്? ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അഥവാ ഇപ്പോൾ നമുക്ക് ഈ ഡൈഹൈബ്രിഡ് കോസിൻ്റെ സെക്കൻഡ് ജനറേഷൻ എടുത്ത് നോക്കാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി സെക്കൻഡ് ജനറേഷനെ സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഗെമേറ്റ്സ് ഇതായിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ സന്തതി. അതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗെമേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഗെമേറ്റ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ആർ ഉണ്ടാവുന്നുണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഉണ്ടാവുന്നുണ്ട്, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഉണ്ടാവുന്നുണ്ട്, സ്മോൾ ടി സ്മോൾ ആർ ഉണ്ടാവുന്നുണ്ട്. അഥവാ ഇവിടെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഇൻഡിപെൻഡൻ്റ്ലി ഇൻഹെറിറ്റ് ആവുന്നുണ്ട്. ഇതിൽ ഒന്നും മിക്സ് ആവുന്നില്ല, തമ്മിൽ മിക്സ് ആവാതെ എല്ലാ ഗമേറ്റുകളും ഇവിടെ ഇൻഡിപെൻഡൻ്റ്ലി തന്നെ ഉണ്ടാകുന്നുണ്ട്, ഒന്നും മിക്സ് ആയിട്ട് പോകുന്നില്ല എന്നാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് വഴി ഗ്രിഗർ ജോഹാൻ മെൻഡൽ പറയുന്നത്. ഓക്കെ, സോ ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആയിരുന്നു നമ്മുടെ ജെനറ്റിക്സ് എന്ന ഫീൽഡിന് ഒരു അടിത്തറ പാകിയത്, അഥവാ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിരുന്നു ബേസിസ് ഓഫ് ദ ഫീൽഡ് ഓഫ് ജെനറ്റിക്സ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യാത്ത കുറച്ച് ഫിനോമിനൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞാൽ ഡോമിനൻറ്റ് അലീൽ കനോട്ട് കംപ്ലീറ്റ്ലി ഹൈഡ് ദ റെസിസീവ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഡോമിനൻറ്റ് സ്വഭാവത്തിന്, ഡോമിനൻറ്റ് ട്രേറ്റിന് കഴിവില്ല, അഥവാ അതിൻ്റെ റെസിസീവ് ആയിട്ടുള്ള ക്യാരക്ടറിനെ മറച്ചു പിടിക്കാനുള്ള കഴിവില്ല, അതിന് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് 4 o'clock പ്ലാന്റ്. 4 o'clock പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 4 മണി പൂവിൻ്റെ ചെടി. ഇതിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം. ഇതിൽ 3 തരത്തിലുള്ള ഫ്ലവർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് ഇവർക്ക് 2 തരത്തിലുള്ള ഫ്ലവേഴ്സാണ് കണ്ടുവരുന്നത്. ഈ 4 o'clock പ്ലാന്റ് റെഡ് കളേർഡ് ഫ്ലവർ ഉണ്ട്. ഇതിന് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ ഡോമിനൻറ്റ് ട്രേറ്റ്. രണ്ടാമത്തെ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള
ഫ്ലവേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ സ്മോൾ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവയെ തമ്മിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ചെയ്യുമ്പോൾ ഇവരുടെ ഗമേറ്റ് ക്യാപിറ്റൽ ആർ ഗമേറ്റ് ഉണ്ടാവും, സ്മോൾ ആർ ഗമേറ്റ് ഉണ്ടാവും. ഇവയെ തമ്മിൽ ഹൈബ്രിഡൈസേഷൻ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ആക്ച്വലി ക്യാപിറ്റൽ ആർ ആണ് ഡോമിനൻറ്റ്, ഇവരാണ് ഡോമിനൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കളറാണ് ആക്ച്വലി കിട്ടേണ്ടത്? ഇവിടെ കിട്ടേണ്ടത് റെഡ് കളർ തന്നെയാണ്. പക്ഷേ ഇവിടെ ആക്ച്വലി കിട്ടുന്നത് പിങ്ക് കളറാണ്. റെഡ് കളർ കിട്ടുന്നില്ല, ഇവിടെ കിട്ടുന്നത് പിങ്ക് കളറാണ്. അഥവാ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റെസസീവ് ക്യാരക്ടർ ആയിട്ടുള്ള വൈറ്റ് കളറിൻ്റെയും ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിട്ടുള്ള പിങ്ക് കളറിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പിങ്ക് കളറാണ് കിട്ടുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? ഡോമിനൻറ്റ് അലീൽ കനോട്ട് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഓവർ ദ റെസസീവ് ട്രൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? ഡോമിനൻറ്റ് ട്രൈറ്റിന് പറ്റുന്നില്ല. രണ്ടാമത്തെ എക്സാമ്പിളാണ് കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് അലീൽസും നമുക്കറിയാം, ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒരു ജീനിന് രണ്ട് അലീൽ ഉണ്ടാവും. ആ രണ്ട് അലീലും അവരുടെ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മുടെ ഹോഴ്സസിനെയും അതേപോലെ തന്നെ കാറ്റിൽസിലൊക്കെ കണ്ടുവരുന്ന റോൺ കോട്ട് പാറ്റേൺ. എന്താണ് റോൺ കോട്ട്? യൂഷ്വലി നമ്മുടെ സ്കിൻ കളറൊക്കെ ഒരു യൂണിഫോം ആയിരിക്കും. ഈ ഒരു ഫിഗറിൽ നോക്കൂ, ഇവരുടെ സ്കിൻ കളറിൽ പാച്ചിയാണ്, അഥവാ ബ്രൗൺ ആൻഡ് വൈറ്റ് കളേർഡ് ഇങ്ങനെ പാച്ചി ആയിട്ട് ഇൻ്റർസ്പേഴ്സ്ഡ് ആയിട്ടാണ് കണ്ടുവരുന്നത്. ഇതിന് കാരണം ഇവിടെയുള്ള ബ്രൗൺ കളറും അതേപോലെ തന്നെ ഇവിടെയുള്ള വൈറ്റ് കളറും ഒരേ സമയം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് കോഡോമിനൻസ്. രണ്ട് പേർ തമ്മിൽ സഹകരിച്ചുകൊണ്ട് ഡോമിനേറ്റ് ചെയ്യുന്നു, അതിനെയാണ് കോഡോമിനൻസ്. ഇതിന് എക്സാമ്പിളാണ് ഹോഴ്സസിലെയും കാറ്റിൽസിലും കണ്ടുവരുന്ന റോൺ കോട്ട് പാറ്റേൺ. അടുത്ത നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ് മൾട്ടിപ്പിൾ അലലിസം. എന്താണ് മൾട്ടിപ്പിൾ അലീൽസം? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ജീനിന് യൂഷ്വലി രണ്ട് അലീൽസാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനിന് രണ്ട് അലീൽസാണ് യൂഷ്വലി കണ്ടുവരിക. പക്ഷേ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീനിന് മോർ ദാൻ 2 അലീൽ കണ്ടുവരുന്ന ഫിനോമിനയാണ്. അഥവാ രണ്ട് അലീലല്ല ഒരു ജീനുള്ളത്, അതിനേക്കാൾ കൂടുതൽ അലീലുകൾ കണ്ടുവരുമ്പോഴാണ് ഇതിനെ മൾട്ടിപ്പിൾ അലീലിസം. ഇതിനൊരു എക്സാമ്പിളാണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പാണ് മൾട്ടിപ്പിൾ അലലിസത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. നമുക്കറിയാം ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ്, നമുക്ക് 3 തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് മെയിൻലി ഉള്ളത്. എ, ബി, ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഇതിൽ എ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ആൻറ്റിജൻ എന്ന് പറഞ്ഞത് IA എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ നമുക്ക് IB, അതിൻ്റെ ആൻറ്റിജനെ IB എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ IO എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് സ്മോൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൽ എ എന്ന് പറയുന്നതിൻ്റെ I എന്ന് പറഞ്ഞ ആൻറ്റിജൻ ഡോമിനൻ്റ് ആണ്, ബിൻ്റെ അലീലും ഡോമിനൻ്റ് ആണ്, ഓൻ്റെ ഇത് റെസിസീവ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒറ്റ ജീനെ, ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒറ്റ ജീനിന് 3 അലീൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ അലീലിസം, യൂഷ്വലി 2 അലീലാണ് കണ്ടുവരേണ്ടത്, ഇവിടെ 3 അലീൽ ഉള്ളത് കൊണ്ടാണ് ഇതിനെ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്. എന്താണ് പോളിജനിക് ഇൻഹെറിറ്റൻസ്? ഒരു ക്യാരക്ടറിനെ യൂഷ്വലി ഒരു ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? ഒരു ക്യാരക്ടറിനെ യൂഷ്വലി ഒരു ജീനാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഒരു ക്യാരക്ടറിനെ മോർ ദാൻ 1 ജീൻ കൺട്രോൾ ചെയ്യുമ്പോൾ, മോർ ദാൻ 1 ജീൻ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ ഹ്യൂമൻ സ്കിൻ കളറാണ്. എന്തുകൊണ്ടാണ് ഹ്യൂമൻ സ്കിൻ കളർ ഇതിനൊരു എക്സാമ്പിളായിട്ട് മാറുന്നത്? നമുക്കറിയാം, നമ്മുടെ ഹ്യൂമൻസിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കാണുന്നുണ്ട്. മോസ്റ്റ് എക്സ്ട്രീംലി ഡാർക്ക് കളേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ട്. ഇതാണ് എക്സ്ട്രീമിറ്റീസ്, 2 എക്സ്ട്രീമിറ്റീസ് കളറിൻ്റെ. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ധാരാളം ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ഉണ്ട്. സോ ഈ ഓരോ ഷെയ്ഡ്സ് ഓഫ് കളേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ ജീനുകളാണ്. സോ ഈ ഡാർക്ക് കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്, വൈറ്റ് കളറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്, ഇതിൻ്റെ ഇടയിലുള്ള ഓരോ കളറിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനുണ്ട്. സോ ഒരു സിംഗിൾ ക്യാരക്ടർ, ഹ്യൂമൻ സ്കിൻ കളർ എന്നൊരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ മോർ ദാൻ 1 ജീനുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പോളിജനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്.
ഇനി ഇതുപോലെ തന്നെ ഈ സ്കിൻ കളറിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി കാര്യം നമുക്ക് പറയാം. ഈ ഹ്യൂമൻ സ്കിൻ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെലാനിൻ എന്ന പ്രോട്ടീൻ്റെ ഡെപ്പോസിഷനാണ്. മെലാനിൻ എന്ന പ്രോട്ടീൻ, ഈ മെലാനിൻ എത്രത്തോളം നമ്മുടെ ശരീരത്തിലുണ്ടോ അത്രത്തോളം നമ്മുടെ സ്കിൻ കളർ ഡാർക്ക് ആയിരിക്കും. അതേപോലെ തന്നെ ഇതാണ് പ്രൈമറിലി നമ്മുടെ ഹ്യൂമൻ സ്കിൻ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ഇത് കൂടാതെ തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ്, അതേപോലെ തന്നെ നമ്മുടെ ഡയറ്ററി ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ അമൗണ്ട് ഓഫ് സൺലൈറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതിൽ പ്രൈമറിലി ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻ്റാണ്. ആൻഡ് ഇതുവരെ നമ്മൾ ഹെറിഡിറ്റി അഥവാ എങ്ങനെയാണ് നമുക്ക് പാരൻസിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അതേ ക്യാരക്ടർ നമ്മളിൽ പ്രകടമാവുന്നത് എന്നതിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി വേരിയേഷൻസ്, അവരിലില്ലാത്ത സ്വഭാവങ്ങൾ നമ്മളിൽ എങ്ങനെ പ്രകടമാവുന്നു എന്നതിന് 2 കാരണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്തുകൊണ്ടാണ് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരിലില്ലാത്ത സ്വഭാവങ്ങൾ നമ്മളിൽ എക്സ്പ്രസ് ആവുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണമാണ്, വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയയിൽ ഒന്നാമത്തെ കാരണമാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഗമേറ്റ്സ് ഉണ്ടാകുന്ന സമയത്താണ്. ഗമേറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം മിയോസിസ് എന്ന് പറഞ്ഞ പ്രക്രിയയാണ് നടക്കുന്നത്. ഈ മിയോസിസിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഇവിടെ 2 ക്രോമസോംസ് അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. ഇവരുടെ പെയറിങ് നടക്കുകയാണ്. ഈ 2 അടുത്തടുത്ത് നിൽക്കുന്ന ക്രോമസോംസ് തമ്മിൽ പെയർ ചെയ്യാണ്. ഇവർ പെയർ ചെയ്യുമ്പോൾ ഇവരുടെ ക്രോമാറ്റിഡ്സ് തമ്മിൽ ഇവിടെ ഇങ്ങനെ പെയർ ചെയ്യുന്നുണ്ട്. ഈ പെയർ ചെയ്യുന്ന ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കയാസ്മ എന്ന് വിളിക്കും. സോ ഈ കയാസ്മയിൽ വെച്ചിട്ട് ഈ ക്രോമസോംസ് തമ്മിൽ ബ്രേക്ക് ആവുകയാണ്. സോ ഇങ്ങനെ ബ്രേക്ക് ആവുമ്പോൾ ഇവിടെയുള്ള ക്രോമാറ്റിഡ്സിന് വന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ ജീനുകളുടെ കോമ്പിനേഷൻ തന്നെ മാറുകയാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റീകോമ്പിനേഷൻ. ഇവിടെ ആക്ച്വലി ജീൻസിന് ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇവിടെയൊക്കെ ഒരു ജീൻസിന് ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ മാറിയിട്ട് ഇവിടെ പുതിയ ഒരു കോമ്പിനേഷൻ ഓഫ് ജീൻസ് വരുന്നു. അതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ റീകോമ്പിനേഷൻ നടക്കാൻ കാരണമായ പ്രതിഭാസം ആക്ച്വലി എന്താണ്, ക്രോസിംഗ് ഓവറാണ്. ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിയോസിസ് നടക്കുന്ന സമയത്താണ്. അടുത്ത വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ സംഭവിക്കാനുള്ള 2ാമത്തെ കാരണമാണ് മ്യൂട്ടേഷൻ. നമുക്കറിയാം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന എന്നാൽ മറ്റു തലമുറയിലേക്ക് കൈമാറാൻ തക്കതായ മ്യൂട്ടേഷൻ, ചേഞ്ചസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളെയാണ് നമ്മൾ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ മ്യൂട്ടേഷൻ ഒരു ഫിഗർ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു ഭാഗത്ത് മ്യൂട്ടേഷൻ നടന്നിട്ട് ജസ്റ്റ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നേ ഉള്ളൂ. പക്ഷേ അത് എൻ്റെയർ ജനറ്റിക് മെറ്റീരിയലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള പ്രോട്ടീൻ ഈ ഒരു ജനറ്റിക് സീക്വൻസിനെ അനുസരിച്ച് ഉണ്ടാക്കിയ പ്രോട്ടീൻ ആയിരിക്കില്ല ഇവിടെ ഉണ്ടാക്കുന്നത്. സോ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ അത് നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിൽ നിന്നുണ്ടാക്കുന്ന പ്രോട്ടീൻസിന് വളരെയധികം വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഈ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. എസ്പെഷ്യലി മ്യൂട്ടേഷൻസ് ഉണ്ടാകാൻ സർട്ടൻ റേഡിയേഷൻസ് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ചില കെമിക്കൽസ് കാരണം മ്യൂട്ടേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓൾസോ റെപ്ലിക്കേഷൻ, അതിൻ്റെ കോപ്പി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എറേഴ്സ് ഒക്കെ നമുക്ക് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവൻ്റെ ജനിതകം എന്നുള്ള ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. താങ്ക് യു.